എന്താ വന്നതേ സാറ്? ആ എന്താ ഞാൻ ഇനി വരില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് നിന്നെ എങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ ഒക്കുമോടി? ആ തുടങ്ങാം കരച്ചില്. വേണ്ട 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 കരയണ്ട മാടി മോളെ. നിന്റെ എല്ലാ ദുഃഖവും ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്ടി. എന്റെ ദുഃഖം മാറില്ല സാറേ. അങ്ങനെ അങ്ങ് വാശി പിടിക്കാതെ പെണ്ണെ. പാടോ ഇവിടെ. എന്റെ മോളെ പിടി. ഇറങ്ങി വാ. ഇനി എന്തിനാടി മണ്ടി പെണ്ണെ കരയുന്നേ? മോളെ പേരെന്താ? മോളെ പേരെന്താ? രുക്മിണി. ആ ഇനി നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ എന്തൊക്കെ പറയാറുണ്ടോ പറഞ്ഞോളൂ. ഞാൻ സ്വർഗത്തിലെ കട്ടറമ്പായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എന്റെ രാഘവനുമായിട്ട് അല്പം സൊള്ളാൻ പോവാ. ആ എനിക്കൊന്നും പറയാനില്ല. പൊന്നമ്മേനോട് ക്ഷമിക്കണം. എനിക്കൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. പിള്ളയാണ് എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നത്. ഞാനിപ്പോ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. നിന്റെ കൊച്ചമ്മയ്ക്കൊക്കെ സുഖമാണോ രാഘവ? ഇപ്പോഴും ആശുപത്രിയിലൊക്കെ പോകാറുണ്ടോ? ആ യോഗി പോയി. എവിടെ? എന്റെ മീനാക്ഷിയും കട്ടുകൊണ്ട് പോയി. അത് കൊള്ളാം. ഏതായാലും ഞങ്ങൾ രാവിലെ വരാം. എടോ പൊള്ളിയത് മതിയോട് ഇറങ്ങി വേണം. അവന് ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം. നാണം കേട്ടോ. വാ നാളെ രാവിലെ തന്റെ പെങ്ങളെ കൊണ്ടുവന്ന് എന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിക്കണം. അല്ലാതെ ഞങ്ങളെ അയക്കൊന്നുമില്ല. അല്ലേ രാഘവ? പൊന്നമ്മേ നാളെ രാവിലെ ഭർത്താവിന്റെ കൂടെ പൊറുക്കാൻ നീ തയ്യാറായിക്കൊള്ളണം. ഞങ്ങൾ വരട്ടെ. വരട്ടടി മോളെ. രാവിലെ പൊന്നമ്മ എനിക്ക് സന്തോഷമായി. രാഘവൻ ചേട്ടന് സന്തോഷമാണോ? പൊന്നമ്മ രാവിലെ പോകുമോ? പിന്നെ ഇവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ. രാഘവൻ ചേട്ടനില്ലാതെ ഞാൻ പോവുകയില്ല. ഞാൻ വരുന്നില്ല. പക്ഷേ എന്റെ മോള് എന്താണ് വരുന്നില്ലെന്ന് പറയുന്നത്? പൊന്നമ്മ നാളെ മുതൽ കൊച്ചമ്മയാ. എനിക്ക് സന്തോഷമാണ്. എന്നാലും ഞാൻ വരുന്നില്ല. പൊന്നമ്മ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. പോകും പോകും. കഥ കടച്ചേക്കും. ഏടാ അനന്ത, നിന്റെ ഈ ചേച്ചിയെ നീ ഇതുവരേക്കും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നീ ആ സത്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പൊന്നമ്മ ഇത്ര വേദനിക്കേണ്ടി വരില്ലായിരുന്നു. സത്യത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം ചേച്ചിയിൽ നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പുകുട്ടൻ പിള്ളിക്ക് എന്നോട് നേര് പറയാമായിരുന്നു. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണമായിരുന്നു. എനിക്കിന്നും നിങ്ങളെ മനസ്സിലായിട്ടില്ലല്ലോ. ആളുകളെ മനസ്സിലാക്കുന്നതിന് കാലം ഒരു ഘടകമല്ല. ഏതായാലും ഞാൻ സംതൃപ്തനാണ്. എന്റെ സ്വന്തം പെങ്ങളോടുള്ള ഹൃദയവികാരമാണ് എനിക്ക് പൊന്നമ്മയോടുള്ളത്. അവളുടെ ജീവിതം സുരക്ഷിതമായി. നിശ്ചയമായും ഇന്നു മുതൽ ഈ വീട്ടിലെ ഗ്രഹനായിക
പൊന്നമ്മയാണ്. ഇതുറച്ച് വിശ്വസിക്കാം. ഇനി രണ്ടുപേരാണ് അധികപ്പറ്റുകൾ. ഒന്ന് എന്റെ രാഘവൻ, മറ്റൊന്ന് ഞാൻ. അല്ല ഞാൻ ഈ നാട് വിടുകയാണ് എന്നേക്കുമായി. പൊന്നമ്മ, 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 കൊച്ചമ്മ വരുന്നു. വരണം കൊച്ചമ്മ. കൊച്ചുങ്ങളെ കാണുമ്പോഴത്തെ ഒരു ദാഹം. എന്റെ മോളെ കാണുമ്പോ പിന്നെ അങ്ങനെ അല്ലല്ലോ. അനന്ത, ഞാൻ ഇവിടെ രുക്മിണി എന്നുള്ള പേർ മാറ്റും. ആ പേര് മാറ്റണ്ട കൊച്ചമ്മ. അവളുടെ പേരൊന്നും മാറ്റാൻ സാധ്യമല്ല. വേണമെങ്കിൽ വേറൊരു കുഞ്ഞിനെ സമ്പാദിച്ച് ഇഷ്ടമുള്ള പേരിട്ടോ. എന്നാലും ഇത്ര നാളും ഇതെല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ. ക്ഷമിക്കണം കൊച്ചമ്മേ. ഇനിയും കൊച്ചമ്മയും തമ്പുരാറ്റൊന്നും വിളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. വിളിച്ച് ശീലിച്ചതല്ലേ. ആ, നേരം കളയണ്ട. രാവുകാലത്തിന് മുമ്പ് ചെന്ന് കയറണം. വാ പൊന്നമ്മേ. ഞാൻ വരികയില്ല കൊച്ചമ്മേ. പൊന്നമ്മേ, എന്റെ ഭർത്താവ് നിന്നെ വിളിക്കുകയാണ്. ഇതാ നിൽക്കുന്നു എന്റെ ഭർത്താവ്. എന്താ പൊന്നമ്മേ നീ പറയുന്നത്? നിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അനന്തൻ? അല്ല, എന്റെ കുഞ്ഞിന് ജീവൻ നൽകിയത് ഈ അങ്ങുന്നാണ്. അതുകൊണ്ട് മാത്രം അച്ഛനാവുകയില്ല സാറേ. എന്റെ കുഞ്ഞിന് അച്ഛന്റെ സ്നേഹവും ലാളനയും നൽകിയത് ഈ പൊട്ടനാണ്. ഈ പൊട്ടനാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. പൊന്നമ്മ, എന്തോ എന്റെ പെങ്ങളെ പറ്റി എനിക്ക് അഭിമാനമുണ്ടടി. സരസ്വതി അമ്മേ, ഈ നിൽക്കുന്നവളാണ് സ്ത്രീ. കൊച്ചമ്മയും സാറും എന്നോട് ക്ഷമിക്കണം. പൊന്നമ്മേ, നീ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. രാഘവ, ഇനി എനിക്ക് ഉത്കണ്ഠയില്ല. നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും ജീവനെ പോലെ സൂക്ഷിച്ചുകൊള്ളുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൊന്നമ്മേ, നാളെ രാവിലത്തെ ട്രെയിനിന് ഞാൻ പോവുകയാണ്. വരട്ടെ അനിയത്തി. മോളെ, സാറിനെ ഇനി എപ്പോഴാ കാണുന്നത്? ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല പൊന്നമ്മേ. ഏതായാലും പൊന്നമ്മയെ പറ്റി ഇനി എനിക്ക് ഉത്കണ്ഠ വേണ്ടല്ലോ. പൊന്നമ്മ നാട്ടിലൊക്കെ ഒന്ന് പോയി അമ്മയൊക്കെ ഒന്ന് കാണണം കേട്ടോ. എന്റെ ഭർത്താവും കുഞ്ഞും ഞാനും കൂടെ പോകും സാറേ. അഭിമാനത്തോടെ തന്നെ പോകും. വെരി ഗുഡ്. ആ, വണ്ടി വന്നല്ലോ. എടാ ഗുരുവേ, മീനാക്ഷി നമ്മുടെ ഭാർഗവനല്ലയോ? ഗുരുവേ, അതിന്റെ ഒരു കേൾക്കോണാവൂ. അങ്ങനെ അങ്ങ് ഊയാക്കാതെ. ഏതായാലും വന്നത് വന്നു. ആര് കേട്ടാലും എനിക്ക് ചുക്ക. തനിക്ക് കൊള്ളേണ്ടതും കൂടെ കൊണ്ടവനാ ഞാൻ. നിന്നെ പൊതുവെ തല്ലിയായിരുന്നു. ഇതില്ല, ഒരു പൂച്ചയേ ഉള്ളൂ. എന്നാലും എന്റെ മീനാക്ഷി, നീ എന്നോട് ഈ ചതിവ് ചെയ്യണ്ടായിരുന്നു. എന്റെ കൂടെ ഒളിച്ചോടാന്നും പറഞ്ഞു തന്നു തന്നെ. നിങ്ങൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയില് നാണുകുറുപ്പ് ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് പോയി. അയ്യോ, ആരും നാളെ കുറുപ്പേട്ടനോ? ഇത് എന്നായി ഈ ഇരുതല യോഗി കുറുപ്പേട്ടൻ? അതൊക്കെ പോട്ടെ, തനിക്കിപ്പോ എന്തുവാ ബിസിനസ്? എനിക്കിപ്പോ ഇതാ ഡിപ്പാർട്ട്മെന്റ്. പോണ്ടവിടെ. പിന്നെ താൻ ഈ കൊച്ചിനോടെങ്കിലും പറയണം, എന്ത് വേഷം വേണേലും കെട്ടാ. യോഗി വേഷം കെട്ടിയത് കെട്ടി അതിന്റെ പുറം പള്ളിപ്പുറം. ദ്രോഹി, ഈ കുഞ്ഞിലേക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തിട്ട് പോടാ. ഉണ്ണിയപ്പം തന്നില്ലയോ? അളിയോ, എന്റെ പെങ്ങളും അളിയനും ആ വരുന്നത്. അത് ആ ഗിരിധര യോഗിയല്ലേ? എടോ യോഗീശ്വരാ, വാ. നീ ആ തിരക്കേടില്ലല്ലോ ഗിരിധര യോഗി. കളിയാക്കല്ലേ സാറേ. എന്നെ പഴയ നാണൂർപ്പെന്ന് വിളിച്ചാ മതി. സാറാ
പഴയ പേര് പറഞ്ഞ് ഓർമ്മിപ്പിക്കരുത്. ആളുകൾ ഇങ്ങനെ വല്ലതും ചെയ്യും. ഓഹോ, പിന്നെ എന്റെ കുഞ്ഞിന് ആരാ സാറേ ഉള്ളത്? ശരിയാ. നിങ്ങൾ എന്താ തിരിച്ചു പോകുന്നത്? അമ്മയുടെ അടുത്തേക്കാ. ഈ കൊച്ചിനെ കൊണ്ടൊന്ന് അമ്മാവെ ഒന്ന് കാണിക്കണ്ടേ സാറേ? വേണമല്ലോ. അളിയോ, അമ്മ എവിടെ ഉണ്ടോ? അമ്മാവി എവിടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോട്ടെ സാർ. ശരി, ഞാൻ വരട്ടെ വരട്ടെ. അല്ല, ഇതാരാ? കൊച്ചമ്മേ, ഞാൻ ഒരു സ്ത്രീയാണ് പൊന്നമ്മ. അപ്പുകുട്ടൻ ചേട്ടാ, സരസ്വതി, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ